ഏറ്റവുമധികം സംഘാടക മികവും ജനമനസ്സുകളിലേക്ക് കടന്നു ചെന്നതുമായ പ്രസ്ഥാനമാണ് SNDP എന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള 170ാമത് ശ്രീനാരായണ ജയന്തി പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 110 ഭാഷകളിൽ ഇന്ത്യയിൽ വിവർത്തനം ചെയ്യപ്പെട്ടത് ഗുരുദേവന്റെ ദൈവദശകമാണെങ്കിൽ നമ്മുടെ നാട് വളരുകയാണ്, നമ്മുടെ ആത്മീയത വളരുകയാണ്, നമ്മുടെ ചിന്താധാര വളരുകയാണെന്നും ആ വളർച്ചയിലൂടെ മാനവരാശിക്ക് ഒന്നടങ്കം വഴികാട്ടിയാണെന്നും ഗവർണർ പറഞ്ഞു. ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് നാരായണീയരായ ആരും തന്നെ അവിടെ ഇല്ല എന്നുള്ള വസ്തുത എനിക്കറിയാം. പക്ഷെ എങ്കിലും ഇവിടെ പ്രാർത്ഥനയായി ചൊല്ലിയ ദൈവദശകത്തിന്റെ ആഴവും വ്യാപ്തിയും ഓരോ ദിവസം കഴിയുന്തോറും അതിന്റെ വ്യാഖ്യാനങ്ങൾ വർദ്ധിക്കുകയാണ്. സൂക്തങ്ങൾ ഗുരുദേവനെ പറ്റിയുള്ള ഗുരുവിന്റെ നയനത്തെക്കുറിച്ച്, ഗുരുവിന്റെ മുഖപ്രസാദത്തെക്കുറിച്ച്, അക്കാലഘട്ടത്തിൽ ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത 2 മഹത് വ്യക്തിത്വങ്ങളെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനം നമുക്ക് അദ്ദേഹം ഇത് പറഞ്ഞത്. അദ്ദേഹം ഇവിടെ വായിച്ചത് 1922 അന്നത്തെ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞ വാക്കാണ്. പക്ഷെ ഞാൻ അതിനപ്പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ആ കാലഘട്ടത്തിൽ മാനവരാശിക്ക് മുമ്പിൽ, ഗാന്ധിജിക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ആരായിരുന്നു എന്ന് ചോദിച്ചാൽ 2 പേരുകളാണ് ഉയർന്നു വരുന്നത്. ആ പേരുകള്, ഒന്ന് രവീന്ദ്രനാഥ ടാഗോർ, 1911 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയ മാനവരാശി കാണുന്ന ഒരു മഹാനായ ഭാരതീയൻ. മറ്റൊന്ന് സ്വാമി വിവേകാനന്ദൻ. 2 പേരും ബംഗാളികളാണ്. ആ ബംഗാളികളിൽ രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹം പറഞ്ഞോ എനിക്ക് ഓർമ്മയില്ല, ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചു, എത്രയോ മഹത്തുക്കളെ കണ്ടു, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും മഹാനായ, അതാണ് പിന്നെ തേജസ് വർണ്ണനകളെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഏറ്റവും മഹാനായി ഞാൻ കണ്ട മഹാത്മാവ് ശ്രീനാരായണ ഗുരുദേവനാണെന്ന്. നരൻ അശുദ്ധ വസ്തുവായി മാറിയ ഒരു സമൂഹക്രമത്തിൽ അവതരിച്ച ഒരു അവധൂതന് സ്നേഹത്തിന്റെ ആത്മീയതയിലൂന്നിയ ഒരു വിപ്ലവത്തിന്റെ നായകനാകാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. അനാചാരങ്ങളും ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് കെട്ടുപോയ ഒരു സമൂഹത്തിൽ അധസ്ഥിത മനുഷ്യൻ അനുഭവിക്കുന്ന ആകുലതയും അപമാനവും ഏറ്റവും വലിയ ദൈവനിന്ദയായി ഗുരുദേവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഈശ്വരാരാധനയും സാമൂഹിക പരിഷ്കരണവും ഭൗതിക പുരോഗതിയും ആ മഹാശയന്റെ കർമ്മ പദ്ധതിയിൽ സഹവർത്തിച്ചു. ആത്മജ്ഞാനം കൊണ്ട് വൈരാഗിയായി തീർന്ന ഒരു സന്യാസി സമൂഹ മധ്യത്തിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന കാഴ്ച കേരളം അതിനു മുമ്പ് കണ്ടിരുന്നില്ല. അതൊരു പുതിയ കർമ്മ ഗായത്രിയായി തീർന്നു. ആത്മീയതയിലെ കർമ്മകാന്ഡവും കർമ്മത്തിലെ ആത്മീയതയും തമ്മിൽ ഇത്രയും ഇടയിണക്കമുണ്ടെന്ന് മുമ്പ് ആരും കാണിച്ചു തന്നില്ല. അതായിരുന്നു ഗുരുവിന്റെ ഏറ്റവും വലിയ വിപ്ലവം. ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ ജയന്തി ഘോഷയാത്ര സമ്മേളനത്തിന് മുന്നോടിയായി നടന്നു.
ചടങ്ങിൽ മന്ത്രി വീണ ജോർജ്, KU ജനീഷ് കുമാർ MLA, തുഷാർ വെള്ളാപ്പള്ളി, മുനിസിപ്പൽ ചെയർമാൻ സക്കീർ ഹുസൈൻ എന്നിവർ ആശംസ നേർന്നു. ദൈവദർശകൻ TV, പത്തനംതിട്ട.